Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. So this video is all about how I start my day or ഒരു ലേസി ആയിട്ടുള്ള ഡേ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Again, welcome back to my channel. It's me Lulu and welcome to Anecdote World of Mine. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് നന്മ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വൈറ്റ് റൈസ് ആണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഐ ആം യൂസിങ് ദിസ് വൈറ്റ് റൈസ് ഫോർ മേക്കിംഗ് ഇഡ്ലി, ദോശ ആൻഡ് മസാല ദോശ എക്സെട്ര. ടെക്സ്ചർ ആൻഡ് ദ ക്വാളിറ്റി ഈസ് ടു മച്ച് ഗുഡ്. സോ ഞാൻ നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. സോ ഞാനൊരു 250 ml വൈറ്റ് റൈസ് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റീസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. ഐ റിയലി ഡോണ്ട് നീഡ് മച്ച് ബിക്കോസ് ഞങ്ങൾ ആകെ 2 ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ഇറ്റ് must help me later. And if you are a mom of toddler or newborn babies, try to store like these kind of things. ഇത് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഐ എം ഓൾസോ ആഡിങ് 100 ml ഉരുത്തി ദാൽ. ഇതെൻ്റെ ഒരു പേഴ്സണൽ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫെർമെൻറ്റേഷനൊന്നും കറക്റ്റ് നടക്കാണ്ട് അല്ലെങ്കിൽ ആ ഒരു മസാല ദോശൻ്റെ ആ ടേസ്റ്റിലൊന്നും എത്തിയില്ല. ഫൈനലി ഐ ഫൈൻഡ് ദിസ് ആൻഡ് ഇറ്റ്സ് മൈ വെരി പേഴ്സണൽ റെസിപ്പി. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഫെനഗ്രീക്ക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 3 to 4 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഹോട്ട് വാട്ടർ പോർ ചെയ്ത് വെച്ചാൽ ഇറ്റ്സ് റിയലി ഗുഡ്. പെട്ടെന്ന് തന്നെ നമുക്കത് സോക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ഹോട്ടാണ്. സോ നെക്സ്റ്റ് ഐ എം ഗോണ മേക്ക് ഡിന്നർ. അപ്പം ഇറ്റ്സ് അറൗണ്ട് 3:30 or 4 o'clock p.m. So let's start with chicken curry. I'm planning for making some pattal and chicken curry. സോ അതിന് വേണ്ടിയിട്ട് ഐ എം ആഡിങ് സം കോക്കനട്ട് ഓയിൽ ആൻഡ് ജിഞ്ചർ ഗാർലിക് ക്രഞ്ച് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് സ്ലൈസ്ഡ് അല്ലെങ്കിൽ ചോപ്ഡ് ഓണിയൻ ആഡ് ചെയ്യുക. ടേസ്റ്റിന് വേണ്ടി കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തുന്ന സമയത്ത് ഞാനിതിലേക്ക് ടൊമാറ്റോ പ്യൂരിയോ ടൊമാറ്റോയോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ ആഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഫ്രഷ് ടൊമാറ്റോസ് ആർ മച്ച് ബെറ്റർ ആൻഡ് ഹെൽത്തിയർ. സോ റെസ്റ്റ് മിനിമം 2 to 5 minutes. ഞാൻ ഈ ടൊമാറ്റോസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യും. അതിനുവേണ്ടി ജസ്റ്റ് ഒരു 5 minutes ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ടൊമാറ്റോസൊക്കെ കറക്റ്റായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഐ എം ആഡിങ് സ്പൈസസ്. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചിക്കൻ. ഐ എം ആഡിങ് ചില്ലി പൗഡർ, കൊറിയാണ്ടർ, ഗരം, ടർമറിക്. ദാറ്റ്സ് ഇറ്റ്. Sort the spices very well and clean the chicken and add it. That's it. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ വാട്ടറൊന്നും ആഡ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കും. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നത് വരെ ഞാനത് കുക്ക് ചെയ്തിട്ടെടുക്കും. ഒരു 15 minutes ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. നെക്സ്റ്റ് ഞാൻ വറുത്ത് വെച്ച ചിക്കൻ കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് ഓൾറെഡി ഞാൻ അതിന് കോക്കനട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം കുക്കായ ചിക്കനിലേക്ക് നമുക്ക് ഈ അരപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഹോട്ട് വാട്ടറോ നോർമൽ വാട്ടറോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ. ചില ആൾക്കാർ ഹോട്ട് വാട്ടറാണ് ആഡ് ചെയ്യൽ. എനിക്ക് തോന്നുന്നു ബോത്ത് ആ സെയിം. ചില ആൾക്കാർ പറയും പച്ചമണം മാറുന്നില്ല സാധാ നോർമൽ വാട്ടർ ഒഴിച്ചാൽ. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുത്താൽ പച്ചമണമൊക്കെ പോവും. കുക്ക് മിനിമം 1/2 hour ഓൺ ലോ ടു മീഡിയം ഫ്ലെയിം. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഐ എം ഗോണ മേക്ക് സം യമ്മി സ്പെഷ്യൽ പത്തൽ. കാക്കൻ്റെ നാട്ടിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, കാക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് പത്തൽ. ബട്ട് ഇറ്റ്സ് റിയലി എന്താ പറയുക, നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കഴിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നേയില്ല. ട്രൈ ടു അവോയ്ഡ് മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ്. നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റീസ് ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ് പത്തൽ ആൻഡ് എവറി വൈറ്റ് റൈസ് ഐറ്റംസ്. ഞാൻ അങ്ങനെ പറയൂ, ഹെൽത്തി ആയിട്ട് എപ്പോഴും സ്റ്റേ ചെയ്യുക. പഠിച്ചവന് നഷ്ടപ്പെടുത്തരുത്, കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള 5 കാര്യങ്ങളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യൗവനം. സെക്കൻഡ് വൺ ആയിട്ട് വരുന്നതാണ് ഹെൽത്ത്. സോ ട്രൈ ടു കീപ് ഇറ്റ് സേഫ് ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. പത്തൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കൂടുതലും കാക്കൻ്റെ നാട്ടിൽ പത്തൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ 2 ആളായതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യാറുള്ളൂ. കറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാറ്. അത് നമുക്ക് സ്റ്റോർ ചെയ്ത് പിന്നെ യൂസ് ചെയ്യാമല്ലോ. ആൻഡ് ഞാൻ ഈവനിങ് സോക്ക് ചെയ്ത് വെച്ച മസാല ദോശൻ്റെത് നന്നായിട്ടൊന്ന് ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. നമ്മളുടെ UAE ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പം ഒരു 9 hours ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
ഡിസംബർ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ടുള്ള മന്തൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഫെർമെൻറ്റേഷന്. നമ്മളൊരു 12 hours ഫെർമെൻറ്റേഷന് വെച്ചാൽ പോലും അത് പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു പോട്ടിലേക്ക്, ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാട്ടോ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്. അതാവുമ്പം മാവ് ഫെർമെൻ്റ് ആയിട്ട് പുറത്തേക്ക് കവിഞ്ഞൊഴുകില്ല. ദ വെരി നെക്സ്റ്റ് ഡേ ഇറ്റ്സ് അറൗണ്ട് 6:30 AM. ഞാനൊരു 6 o'clock എണീക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഐ എം ഓൺ മൈ പീരീഡ്. സോ എനിക്ക് നിസ്കാരം കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എൻ്റെ പ്ലാൻസ് ഒന്നും വർക്കായില്ല. മസാല ദോശൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ടൈമില്ല. ബിക്കോസ് ഇക്കാക്ക് 7 o'clock ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചട്നി, കോക്കനട്ട് ചട്നി ഉണ്ടാക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ കോക്കനട്ടും ചില്ലി പൗഡറും നല്ല സോട്ട് ചെയ്തിട്ടുള്ള റെഡ് ചില്ലിയും സോൾട്ടും ജിഞ്ചറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തു. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ബാറ്റർ മാറ്റുകയാണ്. കുക്ക് ചെയ്യാനുള്ള ബാറ്റർ മാത്രം ഞാൻ എടുത്തിട്ട് അതിലേക്ക് സോൾട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്യും, ദോശ ഉണ്ടാക്കിയെടുക്കും. ബാക്കി അൺസോൾട്ടഡ് ആയിട്ടുള്ള ബാറ്റർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് ഒരു 1 week വരെ ഈ ഒരു അൺസോൾട്ടഡ് ആയിട്ടുള്ള ബാറ്റർ ഡാമേജ് ഒന്നും ആവാണ്ട് ഫ്രിഡ്ജിൽ നന്നായിട്ടിരിക്കും. നെക്സ്റ്റ് ഐ എം ഗോണ മേക്ക് മസാല ദോശ. അതിന് വേണ്ടിയിട്ട് ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കുക. ഹസ്ബൻഡിന് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എപ്പോഴും ഭയങ്കര ഹറിബറി ആയിരിക്കും. അതുകൊണ്ട് വീഡിയോസ് എടുക്കലൊക്കെ സത്യം പറഞ്ഞാൽ ഔട്ട് ഓഫ് പ്ലാൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ചട്നി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സോട്ട് ചെയ്തിട്ടുള്ള റെഡ് ചില്ലി ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പ്ലെയിൻ റെഡ് ചില്ലി ആഡ് ചെയ്യുന്നതിന് പകരം നന്നായിട്ട് സോട്ട് ചെയ്തിട്ടുള്ള റെഡ് ചില്ലിയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചട്നീൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഹീറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒത്തിരി ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് കിട്ടൽ നല്ല കാസ്റ്റ് അയൺ തവയിലാണ്. എൻ്റെ കാസ്റ്റ് അയൺ തവ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഇത്രയും വലുതല്ല, ഇതെൻ്റെ പത്തൽ ഉണ്ടാക്കുന്ന തവയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പത്തൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കിയാണ് പാന്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പം നമുക്കത് വിട്ട് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തെ പോർഷൻ വളരെ ലൈറ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വളരെ ലൈറ്റായിട്ട് ഒരു ടിഷ്യൂവിൽ. നിങ്ങൾക്ക് അങ്ങനെ വലിയ സ്റ്റിക്കി ഇഷ്യൂസും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ടൊന്ന് ഓയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ ചിലപ്പം അത് റെഡി ആയിക്കോളും. അപ്പം ഞാൻ ദോശ നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് പതുക്കെ കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നാലാണ് എല്ലാ പോർഷനും ഭയങ്കര ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതിനിടയിൽ നമുക്ക് പെട്ടെന്ന് ചട്നി ഒന്ന് തൂമിച്ചെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ കോക്കനട്ട് ഓയിലിൽ കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് കടുക് മാത്രം ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം. ഞാൻ ചില സമയങ്ങളിൽ ഇതിലേക്ക് കറി ലീവ്സും ഹോൾ റെഡ് ചില്ലിയും അതുപോലെ തന്നെ ദാൽ, നിങ്ങളുടെ കയ്യിലുള്ള ദാലൊക്കെ ആഡ് ചെയ്താൽ നല്ല ഒരു തമിഴ്നാട് ചട്നി ടേസ്റ്റൊക്കെ വരും. ആൻഡ് ദാറ്റ് വാസ് റിയലി യമ്മി. ആൻഡ് യാ അൽഹംദുലില്ലാ ദാറ്റ്സ് ഓൾസോ ഡൺ. ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് ഭയങ്കര ഹറിബറിയാണ്. അപ്പോൾ ഭയങ്കര ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ലോഗൊന്നും ഞാൻ പ്ലാൻ ചെയ്യാറില്ല, ബിക്കോസ് എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പം നെക്സ്റ്റ് പരിപാടിയാണ് കോഫി. കോഫി ഈസ് എ മസ്റ്റ് തിങ്, ബിക്കോസ് മോർണിംഗ് ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ് ഫീലാണ് കോഫി കുടിച്ചാൽ. അതുകൊണ്ട് ഞാൻ എല്ലാ മോർണിംഗും ട്രൈ ടു മേക്ക് മാക്സിമം, എല്ലാ ദിവസങ്ങളും അല്ല, വീക്കിലി ഒരു 3 to 4 times എങ്കിലും കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് എസ്പെഷ്യൽ റിമെമ്പർ ടു നോട്ട് ദാറ്റ് എവറിത്തിങ് ടേക്സ് ടു മച്ച് ഈസ് റിയലി ബാഡ് ഫോർ യുവർ ഹെൽത്ത്. അതുപോലെ തന്നെ കോഫി ഹാവ് ലോട്ട്സ് ഓഫ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഒരു പരിധിയിലധികം കോഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇറ്റ്സ് റിയലി ബാഡ് ഫോർ യുവർ ഹെൽത്ത്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഒരു ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര ഔൺസ് കോഫി എടുക്കാൻ പറ്റുമോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കോഫി കഴിക്കുകയാണെങ്കിൽ അതൊരു ഹെൽത്തിയർ വേർഷനാണ്. എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ല നെയ്യ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്, ഗീ റോസ്റ്റ്. ആൻഡ് യാ അൽഹംദുലില്ലാ അതും കഴിഞ്ഞു. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബേസ് ആയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ എല്ലാ റെസിപ്പീസും ഒരു 2 to 3 times അല്ലെങ്കിൽ 3 different പേഴ്സൺസിൻ്റെ ഒക്കെ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു, ഈ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിൽ ഈ ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോയി. ബേബി അബ്ദുള്ള നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. കൂടുതൽ സമയങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ബേബി അബ്ദുള്ളൻ്റെ കൂടെ തന്നെയാണ് കഴിക്കാറ്, ബിക്കോസ് മോർണിംഗ് ഇക്കാക്ക ഭയങ്കര ഹറിബറി ആയിരിക്കും. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വളരെ ചുരുക്കമാണ്. വീക്കെൻഡ്സിലാണ് കൂടുതലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാറ്. ബാക്കി എല്ലാ ഫുഡും ഇക്കാക്ക വീട്ടിലുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കുക. 2 weeks മുന്നേ UAE ഉണ്ടായിരുന്ന റെയിനിൽ ഇങ്ങനെയായിരുന്നു ഔട്ട്സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. ആൻഡ് ഓഫ് കോഴ്സ് ഹാവ് ലോട്ട് ഓഫ് ഡാമേജ്ഡ് ഇഷ്യൂസ് ഓൾസോ ഹാപ്പൻഡ് ഇൻ ദാറ്റ് ടൈം. അപ്പം ഞാൻ ആ ക്ലിപ്സ് ജസ്റ്റ് ആയിട്ട് ഈ വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് ആഡ് ചെയ്തതാണ്. ഇറ്റ്സ് അറൗണ്ട് 7:45 AM. ബേബി അബ്ദുള്ള എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് റെസ്റ്റ് എടുത്ത് കാം ആൻഡ് ക്വൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കുക എന്നുള്ളതാണ് ടാസ്ക്. ബിക്കോസ് അതിനിടയിൽ മോൻ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് കഴിക്കാൻ കഴിയില്ല. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 9 AM. ബേബി അബ്ദുള്ള എണീറ്റു. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഗീ ഇടാത്ത ഒരു ദോശ ഉണ്ടാക്കി. ഹി ഈസ് നോട്ട് മച്ച് കംഫർട്ടബിൾ വിത്ത് ഗീ ആൻഡ് ഷുഗറൊക്കെ ഇട്ട ഫുഡ് തീരെ കഴിക്കില്ല. ആൻഡ് ഓൾസോ പാക്കറ്റ് ഫുഡ്സ് ആൻഡ് ബോട്ടിൽ ഫുഡ്സ് ഞാൻ അതൊന്നും കൊടുക്കാറില്ല. കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഓഫ് കോഴ്സ് മക്കളാണ്, അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എപ്പോഴും ഈ ബോട്ടിൽഡ് ജ്യൂസൊക്കെ കാണുന്ന സമയത്ത് മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങാറില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന സമയത്താണല്ലോ കൂടുതലും അവർ വാശി പിടിക്കൽ അത് വേണം അത് വേണമെന്ന്. അതുകൊണ്ട് നമ്മളും മാക്സിമം ഷുഗറി ഐറ്റംസ് ആണെങ്കിലും ഒഴിവാക്കാറാണ് പതിവ്. ആൻഡ് ഇന്ന് ഞാൻ അവന് ദോശക്ക് പെയർ ചെയ്തിട്ടുള്ളത് കുറച്ച് ബൂസ്റ്റാണ്. അത് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പം അവന് കുറച്ച് കഴിച്ചപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് മാത്രം കൊടുത്തതാണ്. അല്ലെങ്കിൽ ബൂസ്റ്റ് പോലുള്ള പൗഡർ ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല. മോൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 11:30 വരെ അവൻ്റെ പുറകിൽ തന്നെ ആയിരിക്കും. ആൻഡ് ഐ ഓൾസോ ഗിവ് ഹിം എ വെരി ഗുഡ് ഓയിൽ ബാത്ത്. അതും കൂടി കഴിയുമ്പോൾ മൂപ്പര് നല്ല ഉറക്കമായിരിക്കും. ഒരു 1 hour ഒക്കെ, മാക്സിമം 1 hour and 1.5 hour. അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുറച്ച് കോളിഫ്ലവർ സാലഡാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. കോളിഫ്ലവർ കുക്കിംഗ് സാലഡ്. അപ്പോൾ ബസ്മതി റൈസ് ആണ് ഇന്ന് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവായിട്ടുള്ള നമ്മളുടെ മട്ട റൈസ് തന്നെയാണ്. കൂടുതലും അത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ മട്ട എൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ബസ്മതി യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ബേബി അബ്ദുള്ളക്ക് കൂടുതൽ ഇഷ്ടം മട്ട റൈസാണ്. അപ്പോൾ നമുക്ക് സാലഡ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ കൂടുതലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മളുടെ കാസ്റ്റ് അയൺ തവകൾ തന്നെയാണ്. ട്രൈ ടു അവോയ്ഡ് നമ്മളുടെ കാസറോൾസ് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് കോട്ടിംഗ് പാൻസ്. കൂടുതലും കാസ്റ്റ് അയൺസ് അല്ലെങ്കിൽ സ്റ്റീൽ പോട്ട്സ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ദാറ്റ്സ് റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഒരു 50% എങ്കിലും ഹെൽത്ത് കോൺഷ്യസ് ആവാം. സോ വി ക്യാൻ അവോയ്ഡ് ലോട്ട്സ് ഓഫ് അസുഖങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറിക്കിട്ടും. ആൻഡ് മാക്സിമം ഓൾസോ ട്രൈ ടു അവോയ്ഡ് ഷുഗറി ഐറ്റംസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ബിക്കോസ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് മാക്സിമം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കുറച്ചിട്ട് നമ്മളുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ട്രൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. നല്ല ഹോട്ടായിട്ടിരിക്കുന്ന കാസ്റ്റ് അയൺ തവയിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 tablespoon. അതിലേക്ക് ചോപ്പ്ഡ് ഓണിയൻസ്, ചോപ്പ്ഡ് ചില്ലി, അതുപോലെ തന്നെ നമ്മളുടെ ചോപ്പ്ഡ് ഗാർലിക് കൂടി ആഡ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഒത്തിരി ഒന്നും സോട്ട് ചെയ്യണ്ട. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ച നമ്മളുടെ കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്ക് ഈ സെക്കൻഡ് ടൈം കൂടി ഉണ്ടാക്കാമല്ലോ. അപ്പം ഈ കോളിഫ്ലവർ ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തിട്ടെടുക്കണം. കോളിഫ്ലവർ നമ്മൾ ഹോട്ട് വാട്ടറിൽ പോർ ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 20% കുക്കായിട്ടുണ്ടായിരിക്കും. സോട്ടിങ്ങും കുറച്ച് ഡീപ്പ് വാട്ടർ ഒഴിച്ചിട്ടുള്ള കുക്കിംഗ് കൂടി ആകുമ്പം അത്യാവശ്യം നന്നായിട്ട് കോളിഫ്ലവർ കുക്ക് ചെയ്ത് കിട്ടും. അതിനിടയിൽ റൈസ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കുക്കായിട്ടുണ്ടോ എന്ന്. ബിക്കോസ് എനിക്ക് ബസ്മതി റൈസിൻ്റെ കുക്കിംഗ് ടൈം വലിയ പിടുത്തമില്ല. ഞാൻ കൂടുതലും മട്ട റൈസ് വെക്കുന്നതുകൊണ്ട് ബസ്മതി റൈസിൻ്റെ കുക്കിംഗ് ടൈം എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വിൽ എനിക്ക് തോന്നുന്നു ഒരു 15 to 20 minutes അകത്ത് തന്നെ റൈസ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഈ സാലഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ മുന്നേ വാട്ടറിലിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു 1/2 cup വാട്ടർ ഈ സാലഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു സെറാമിക് മഗ് ഇക്കാക്ക കോഫീസിന് ഒരു 2 years ബാക്ക് കിട്ടിയതാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോഫി കുടിച്ചിരുന്നത് ആ ഒരു മഗ്ഗിലായിരുന്നു. റീസെൻ്റ്ലി ബേബി അബ്ദുള്ള ഈസ് യൂസിങ്. സെറാമിക് ഐറ്റംസ് എനിക്ക് ഭയങ്കര ക്രേസാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സഷനാണ് സെറാമിക് ഐറ്റം കളക്ഷൻസ്. ആൻഡ് നമ്മളുടെ ഫുഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു 15 minutes വെച്ചപ്പോഴേക്കും നമ്മളുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് സോൾട്ട് അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിന് വളരെ ലൈറ്റ് സ്പൈസസേ ആഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. സോ ഞാൻ കുറച്ച് പെപ്പറും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് ടൊമാറ്റോ സോസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്.
അപ്പം ഇത് പെട്ടെന്ന് തന്നെ പോട്ടിലേക്ക് മാറ്റിയെടുക്കുക. ബിക്കോസ് കാസ്റ്റ് അയൺ തവ ആയതുകൊണ്ട് ഫുഡ് അതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കാവും. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊരു കുഞ്ഞ് ബുൾസേ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഐ എം നോട്ട് എ ഫുഡി, സോ ഐ റിയലി ഡോണ്ട് ലൈക്ക് ഹെവി ഫുഡ്സ്. എനിക്ക് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഫുഡ്സാണ് ഇഷ്ടം. ഫുഡ് കഴിക്കുന്ന ക്വാണ്ടിറ്റി ആണെങ്കിലും വളരെ ലൈറ്റായിട്ടേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. 3 times ഒരു ഡേ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 5 times ഒരു ഡേയിലേക്ക് മാറ്റും. ബിക്കോസ് അതാകുമ്പോൾ നമ്മളെ ബോഡിയിലേക്ക് വല്ലാണ്ട് അങ്ങ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പിടിക്കില്ല. But my husband is completely different from me because he's like to try different kinds of taste. സോ ഫുഡിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും. ഈ ഒരു സാലഡിലേക്ക് ഒരു ബുൾസയും ഇതുപോലെ തന്നെ ബസ്മതി റൈസും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഒബ്സഷനാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. കുറച്ച് ഹെൽത്തിയസ്റ്റ് വേർഷനൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് യൂട്യൂബ് ചെയ്തിട്ട് നോക്കും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഫുഡൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബേബി അബ്ദുള്ള ഇങ്ങനത്തെ യാതൊരു സാധനവും കഴിക്കില്ല. അവന് സ്പൈസി ഐറ്റംസ് തീരെ ഇഷ്ടമല്ല, സോൾട്ടി ഐറ്റംസും ഇഷ്ടമല്ല, ഷുഗറി ഐറ്റംസും ഇഷ്ടമല്ല. ഒക്കെ ലൈറ്റായിട്ടുള്ള ഫുഡ്സിനോടാണ് അവന് കുറച്ച് താല്പര്യം. സോ ഇറ്റ്സ് അറൗണ്ട് 2 o'clock, നല്ല ലേറ്റായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ലഞ്ച് ഐ ടേക്ക് എ വെരി ലൈറ്റ് നാപ്പ്. അതിനിടയിൽ ചെറുതായിട്ടൊന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. തംബ്നെയിൽ എഡിഷനൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് അറൗണ്ട് 4 o'clock, ടീ ടൈമാണ്. നമ്മളങ്ങനെ ഭയങ്കര ടീ പേഴ്സൺസ് ഒന്നുമല്ല. എൻ്റെ ഹസ്ബൻഡ് പിന്നെയും ഓക്കെ, ഞാനൊരു ടീ പേഴ്സണേ അല്ല, ഞാൻ ടീ കുടിക്കാറില്ല. ഹസ്ബൻഡ് എന്തായാലും ടീ കഴിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാഗി കൂടി ഉണ്ടാക്കി. ദിസ് ഇസ് ഫോർ മീ. ഹസ്ബൻഡ് ഞാൻ വേറെ പഴം നിറച്ചത് എന്ന് പറയും, നമ്മളെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, അത് ഉണ്ടാക്കി കൊടുത്തു. അപ്പം റീസെൻ്റായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ഈ മാഗിയിൽ അജിനോമോട്ടോ ഇടുന്നത് കൊണ്ട് ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് എന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ള മാഗി ഒക്കെ എടുത്ത് ഒഴിവാക്കി. സോ നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാഗി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അജിനോമോട്ടോ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫുഡ് പോയ്സൺ. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ബോഡി കാർന്ന് തിന്നുന്ന ഒരു പോയ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതോടുകൂടി ഞാൻ മാഗി പരിപാടി എന്തായാലും നിർത്തി. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഐ എം നോട്ട് എ ടീ പേഴ്സൺ. സോ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സുലൈമാനി കൂടി ഉണ്ടാക്കി. ബേബി അബ്ദുള്ള ഈസ് ഓൾസോ നോട്ട് എ ടീ പേഴ്സൺ. ഞാൻ അവനെ അങ്ങനെ നോൺ ഹെൽത്തി അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കാറില്ല. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോഴേക്കും ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയത് കുഞ്ഞിപ്പത്തലാണ്. കണ്ണൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണിത്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ കുഞ്ഞ് പ്രൊഡക്റ്റീവായിട്ട് ലേസി ആയിട്ടിരുന്ന ഒരു ഡേ ഞാൻ പ്രൊഡക്റ്റീവ് ആക്കിയത്. ഇങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റീവ് ആക്കാറ്. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ സ്മോൾ വീഡിയോ. And yeah, that's it. If you like this video, please do follow, like, share, comment and subscribe. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.